ഇന്ന് നമുക്ക് ഒരു റൂം ഫ്രഷ്നർ ജെല്ല് തയ്യാറാക്കാം. നമ്മൾ ഈ ഓറഞ്ചൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇതിൻ്റെ തൊലി നമ്മൾ കളയാറാണല്ലോ പതിവ്. ഇതിൻ്റെ തൊലി കൊണ്ട് നമുക്ക് ഒരു നല്ല റൂം ഫ്രഷ്നർ തയ്യാറാക്കാം. അപ്പോൾ ഇതിൻ്റെ സ്കിന്നെല്ലാം ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കഴിച്ചിട്ട് ഒന്നിച്ചിത്ര ആയില്ലെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ ഒരു കവറിൽ കെട്ടി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിരുന്നാൽ കുറേ ആകുമ്പോൾ നമുക്കെടുത്ത് ഉപയോഗിക്കാം. അപ്പം നമുക്കിതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതെല്ലാം ഒരു പാത്രത്തിലിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നകക്ക വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. നമുക്ക് അങ്ങനെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. തിളപ്പിച്ച് ഇത് ആറിയതാണിത്. തിളപ്പിച്ച് അതിൻ്റെ ചൂടൊക്കെ പോയതാണ്. ഞാനിതൊന്ന് ഒരു ജഗ്ഗിലോട്ടെങ്ങാണ് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ ഓറഞ്ചിൻ്റെ സ്കിൻ ഇല്ലെങ്കിൽ നമുക്ക് ഈ ലാവൻഡർ ഓയിലോ അങ്ങനെയൊക്കെ ഉള്ള ഇത് വെച്ച് നമുക്ക് ഈ റൂം ഫ്രഷ്നർ തയ്യാറാക്കാം. അപ്പോൾ ഞാനിങ്ങനെ ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് ഒരു ബൗളിലോട്ട് കുറച്ച് മാറ്റാം. ഇത് തണുത്ത വെള്ളം, തണുത്തതല്ലേ. അപ്പോൾ ഇനി നമുക്കിതിൽ നിന്ന് കുറച്ച് നമുക്കെടുത്ത് ചൂടാക്കിയെടുക്കണം. ഈ തണുത്ത ഈ ഒരു ബൗൾ വെള്ളത്തിലേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളമാണ്, 2.5 സ്പൂണ് ജെലാറ്റിൻ ചേർക്കണം. ഇത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഇതിനകത്തങ്ങ് അലിഞ്ഞ് ചേരണം. ഈ വെള്ളത്തിൽ ഇത് അലിഞ്ഞ് ചേരണം ഈ ജെലാറ്റിൻ. ഇത് അലിഞ്ഞു കഴിയുമ്പം ഇതിലേക്ക് നമ്മൾ ചൂടാക്കിയെടുത്തല്ല, ഇപ്പോൾ ചൂടാക്കാൻ വെച്ചില്ലേ, ആ ചൂടാക്കിയ ഈ ഓറഞ്ച് തൊലി തിളപ്പിച്ചെടുത്ത വെള്ളം ചൂടാക്കിയത് നമുക്ക് ഇതിലേക്ക് ചേർത്ത്, അപ്പോൾ അതിൽ ആ ചേർത്ത ജെലാറ്റിനൊക്കെ നന്നായിട്ടങ്ങ് മിക്സ് ആയിക്കോളും. ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു നുള്ള് ഉപ്പ് ഇതിനകത്തിട്ട് ഇത് നമുക്ക് ജഗ്ഗിലോട്ട് മാറ്റാം. ഇത് ഒഴിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ഞാൻ ഈ ജഗ്ഗിലോട്ട് മാറ്റിയെന്നേ ഉള്ളൂ. ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഒരു ഡ്രോപ്പ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഒരു ഭംഗിക്ക് വേണ്ടി ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. അധികം ഫുഡ് കളർ ചേർക്കണം എന്നൊന്നും നിർബന്ധമില്ല. ചുമ്മാ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ ചേർത്തു എന്നേ ഉള്ളൂ. നമുക്ക് ഏത് ബോട്ടിലാണോ ജെല്ല് തയ്യാറാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് ആ ബോട്ടിലേക്ക് നമുക്കിത് ഒഴിച്ചു വയ്ക്കാം. ഇത് എന്നിട്ട് ഒരു അല്പനേരം ഒരു 2-3 മണിക്കൂർ ഇത് ഫ്രിഡ്ജിൽ വെച്ച് എടുക്കാം. ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തതാണ്. ഇത് കണ്ടോ, ഇത് നല്ല ജെല്ലായി. ഇനി ഇത് അലിഞ്ഞു പോകത്തില്ല, കണ്ടില്ലേ, ഇത് ജെല്ലായി. ഇനി ഇതിനെ നമുക്കൊന്ന് കവർ ചെയ്ത് വെക്കാം. ഒരു നെറ്റോ വല്ലതും കൊണ്ട് ഇതിൻ്റെ മണം കൊണ്ട് ഈ പ്രാണികളൊന്നും ഇതിനകത്തോട്ട് വന്ന് വീഴാതിരിക്കാനാണ് ഇതൊന്ന് കവർ ചെയ്ത് വെക്കുന്നത്. പിന്നെ കാണാനുള്ള ഭംഗിക്കും കൂടിയാണ് ഇങ്ങനെ വെക്കുന്നത്. നെറ്റ് എന്തെങ്കിലും ഇട്ട് വെച്ചാൽ മതിയാവും. ഇങ്ങനെ റിബണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ കെട്ടി വെച്ചാൽ ഒരു ഷോ പീസ് പോലെ നമുക്കിത് റൂമിൽ വെക്കാം. ഇത് റൂമിൻ്റെ ഏതെങ്കിലും ഒരു ഡാർക്കർ കോർണറിൽ വേണം വെക്കാൻ. ഒത്തിരി ഈ വെയിൽ തട്ടുന്ന ഭാഗത്തോട്ടൊന്നും ഇത് വെക്കണ്ട. ചിലപ്പോൾ ഇത് അലിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒത്തിരി വെയിലൊന്നും കൊള്ളാത്ത ഭാഗത്തേക്ക് ഇത് മാറ്റി വെക്കണം. ഇത് ഈ ബാത്റൂമിലൊക്കെ വെച്ചാലും ബാത്റൂമിൽ നല്ല മണം കിട്ടും. നമ്മുടെ റൂമിലും ഇത് വെക്കാൻ നല്ലത്. ഇതിൽ കെമിക്കലൊന്നും ചേരുന്നില്ലല്ലോ. അതുകൊണ്ട് നമുക്കിത് റൂമിൽ ഇതിൻ്റെ മണം നമുക്ക് ഹാംഫുൾ ഒന്നും അല്ല. ഇതിപ്പോൾ ഇങ്ങനെ ഒരു ഭംഗിയുള്ള ഒരു കവറിലോട്ട് ഇതിട്ടിട്ട് ഇങ്ങനെ കെട്ടി വെക്കാം. കെട്ടി നമുക്കിതിങ്ങനെ കണ്ടില്ലേ, ഇതിങ്ങനെ കെട്ടിയിട്ട് നമുക്കിങ്ങനെ തൂക്കിയിടാം. എവിടെയെങ്കിലും തൂക്കിയിട്ടാൽ ഇതൊരു ഷോ പീസായിട്ട് കിടക്കും. കണ്ടോ, ഇതിങ്ങനെ ഇപ്പോൾ ഈ കവറിൻ്റെ ഭംഗിയും കൂടെ ഇതിൻ്റെ കളറും കൂടെ ആകുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. ഇതിങ്ങനെ നമുക്കൊരു ഷോ പീസ് പോലെ നമ്മുടെ ഭിത്തിയിൽ എവിടെയെങ്കിലും ഒരു അണിയിൽ ഇത് തൂക്കിയിടാം. ഇതിപ്പോൾ ഇനി ഓറഞ്ചിൻ്റെ തൊലി നിങ്ങൾ കളയാതെ ഇങ്ങനെ ഇത് ഉണ്ടാക്കി നോക്കണം. ഓറഞ്ചിൻ്റെ തൊലിയല്ല, എന്ത് വേണമെങ്കിലും ഇങ്ങനെ തയ്യാറാക്കാം.